ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമേറുന്ന ചില തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. അല്ലാതെ ആ തീരുമാനം നമ്മുടെ ഇഷ്ടത്തിനെടുത്ത് ആ തീരുമാനത്തിന്റെ വരുമ്പരായികളൊക്കെ ജീവിതത്തിൽ വന്ന് അതിൽ തകർച്ചയിലേക്ക് എത്തിക്കഴിയുമ്പോഴല്ല നാം ദൈവത്തെ അന്വേഷിക്കേണ്ടത്. യഥാർത്ഥ ആത്മീയ മനുഷ്യൻ ദൈവസ്നേഹത്തിൽ വളരുന്നത് പോലെ തന്നെ തന്റെ വൈകാരിക വേദനകൾക്കും തന്റെ ശാരീരികമായ സങ്കടങ്ങൾക്കും തന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന അപ്രതീക്ഷിതവും പ്രതീക്ഷിതമായ തകർച്ചകൾക്കും മീതെ അവൻ ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ തീരുമാനങ്ങളും അവൻ ദൈവത്തോട് ആലോചന ചെയ്തിട്ട് എടുക്കും. എന്ത് തീരുമാനം എടുക്കുമ്പോഴും എന്നിട്ട് നമുക്ക് തെറ്റിപ്പോയ പോകട്ടെ, എന്നിട്ട് അതിൽ വേദന ഉണ്ടായ പ്രശ്നമില്ലെന്നേ, അതിൽ സങ്കടം ഉണ്ടായ കുഴപ്പമില്ലെന്നേ, ദൈവത്തോട് ആലോചിച്ചിട്ടല്ലേ നമ്മൾ തീരുമാനം എടുത്തേ, ദൈവം നമ്മുടെ കൂടെ നിൽക്കും. 40 വർഷക്കാലം ദൈവത്തിന്റെ സ്വരം കേട്ട് മോശ ഒരു ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ദേശത്തേക്ക് നയിച്ചു. പോയതെല്ലാം മരുഭൂമിയിലൂടെയാണ്. വചനം എഴുതി വെച്ചിരിക്കുക എങ്ങനെയാണ്? ഈ 40 സംവത്സരങ്ങള് അവർ മരുഭൂമിയിലൂടെ നടന്നിട്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞു പോവുകയോ വസ്ത്രം പഴകി പോവുകയോ ചെയ്തില്ല. രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായിട്ട് കർത്താവരുടെ കൂടെ നടന്നു എന്നും വചനം പറയുന്നു. അതുകൊണ്ട് ദൈവാലോചനയുടെ പൂർത്തീകരണമായി നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ സഹനമുണ്ടാകും, വേദനകളുണ്ടാകും, മരുഭൂമി അനുഭവങ്ങളുണ്ടാകും, സംഘർഷങ്ങളുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും, പരാജയങ്ങളുണ്ടാകും. എങ്കിലും നഷ്ടധൈര്യരാകരുത്, കാരണം കർത്താവ് കൂടെയുണ്ട്.